Good morning, everyone. Good morning, ma'am. Morning. സ്ട്രെങ്ത് കുറവാണല്ലോ. എല്ലാവരും ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും വന്നതിന് ശേഷം നിങ്ങൾ പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ. ഓക്കെ, കുറച്ച് പേര് വന്നല്ലോ. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് പ്രയർ. സ്റ്റാർട്ട് ചെയ്തോളൂ. Good morning, ma'am. Good morning, friends. I am Binsha from Alapi. God's love, it's so wonderful. God's love, it's so wonderful. God's love, it's so wonderful. Oh, wonderful love. It's so high, we can get over it. It's so deep, we can get under it. It's so wide, we can get around it. Oh, wonderful love. Thank you. Good morning, everyone. First of all, I wish a good day for everyone. Today's class is held by Ashwati ma'am. I welcome Ashwati ma'am in the class and I welcome all my friends. Thank you. Today's thought: don't think about others, only think about yourself, because others are not thinking about you. Thought for APJ Abdul Kalam sir. Thank you. Okay, so once again, good morning to all. How are you all?
Have you had your breakfast? Breakfast കഴിച്ചു എല്ലാവരും? കഴിച്ചു. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ പറഞ്ഞു അല്ലെ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്ന് പ്രസന്റേഷൻ ആണ്. പ്രസന്റ് ചെയ്യുക. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യുക. അതിന്റെ സ്ട്രക്ചേഴ്സ് പറയാ, അത് എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, അതിന്റെ ഒരു എക്സാമ്പിൾ പറയാ. ആ എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ക്വസ്റ്റ്യൻസും എല്ലാം പറയാം. ഓക്കെ, റെഡിയാണോ? പെട്ടെന്ന് പേര് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും പഠിച്ചു പോവാട്ടോ. അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. പഠിച്ച് തന്നെ പോണം. പെട്ടെന്ന് പേര് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും പ്രസന്റ് ചെയ്യണം കേട്ടോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. മാം ഞാനിപ്പോ ജോയിൻ ചെയ്തേ. മാം എന്താ പറയുന്നത്? ടീന, നമ്മള് സെക്കൻഡ് പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോ ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യാം. പഠിച്ച ടെൻസ് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചേഴ്സും എവിടെ യൂസ് ചെയ്യണം, അതിന്റെ എക്സാമ്പിൾ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പറയുമല്ലോ. എക്സാമ്പിൾ പറഞ്ഞിട്ട് അതിനെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ക്വസ്റ്റ്യൻസും എല്ലാം പറയാം. അതായത് 4 ഫോംസും പറയാം. ഓക്കെ, പഠിച്ചതെല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ മാം, താങ്ക് യു. അപ്പോ ആരൊക്കെയാ ചെയ്യുന്നേ? പേര് പറയൂ. പേര് ടെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും. എന്താ ഇത്ര മടി നിൽക്കുക? പേര് ടെക്സ്റ്റ് ചെയ്യൂ. ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരും വിളിക്കൂട്ടോ. ഇനി പ്രസന്റേഷൻ ആണെന്ന് പറഞ്ഞ് എല്ലാവരും ലീവ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. ലീവ് ചെയ്ത് പോയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പഠിച്ചാൽ മതി. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് റാഷിദ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻസിനെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് 3 ടെൻസ് ഉണ്ട്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ടെൻസ്. ഈ 3 ടെൻസിലും 4 ആക്ഷൻസും ഉണ്ട്. ഫോർ പ്രസന്റ് ടെൻസ് എടുക്കുമ്പോൾ പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ പാസ്റ്റിലും ഫ്യൂച്ചറിലും ഇതുപോലെ 4 ആക്ഷൻസ് ഉണ്ട്. നമ്മൾ മെയിൻ ഫസ്റ്റ് നോക്കിയത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്, വർത്തമാനകാലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ചെയ്യുന്നു, എന്തു കാര്യം ചെയ്യുന്നു, ആ ഒരു ഫോമിൽ നമ്മൾ പറയുന്ന ഒരു ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാബിറ്റ്സ്, റുട്ടീൻസ്, പെർമനന്റ് സിറ്റുവേഷൻസ്, ഫാക്ട്സ്, യൂണിവേഴ്സൽ ട്രൂത്ത്സ്, ടൈം ടേബിൾ, ഷെഡ്യൂൾസ്. നമ്മുടെ ഹാബിറ്റ്സിനെ പറ്റി പറയാൻ, നമ്മുടെ റുട്ടീൻസിനെ പറ്റി പറയാൻ, പിന്നെ നമ്മുടെ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത്, ഒരു സിറ്റുവേഷൻ, പെർമനന്റ് സിറ്റുവേഷൻ, അതിനെയൊക്കെ കുറിച്ച് പറയാനാണ് പൊതുവായി സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ എന്താണ് കറന്റ്ലി നമ്മുടെ സിറ്റുവേഷൻ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ആസ്പദമാക്കി നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതിന്റെ സ്ട്രക്ചർ വരുന്നതെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് V1. സബ്ജക്റ്റും ഒരു V1 ഫോമാണ്. നമ്മളെ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, അതിന്റെ കൂടെ തന്നെ ഒരു പ്രവൃത്തിയുടെ ഫസ്റ്റ് ഫോം ആയിരിക്കും, V1 ഫോം ആയിരിക്കും ഇതിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. I, we, you, they, he, she, it, everybody, ഇതൊക്കെയാണ് സബ്ജക്റ്റ്. ഇതൊക്കെ നമുക്ക് അറിയാം സബ്ജക്റ്റ് എന്താണെന്നൊക്കെ. ഇതിൽ തന്നെ പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്, സിംഗുലർ സബ്ജക്റ്റും ഉണ്ട്. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ I, you, we, they. ഐയും യുയും പ്ലൂറലാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യണം. ഐയും യുവും പ്ലൂറലാണ്. I, you, we, they അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. He, she, it, everybody ഇത് ഇത്രയും സിംഗുലർ സബ്ജക്റ്റും ആണ്. V1 ഫോം വെർബ് എല്ലാം പ്ലൂറൽ വെർബാണ്. സിംഗുലർ വെർബിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ S or ES ചേർക്കുമ്പോഴേ V1 പ്ലൂറൽ വെർബ് സിംഗുലർ വെർബിലോട്ട് മാറുള്ളൂ. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നൗണിൽ ഒരു കാര്യം പഠിച്ചായിരുന്നു. നമുക്ക് നൗണില് സിംഗുലർ നൗണിനെ പ്ലൂറൽ നൗൺ ആക്കാൻ ലാസ്റ്റ് SO ESO ചേർക്കുന്നത് നൗണിലാണ്. വെർബിന്റെ കാര്യം വരുമ്പോൾ പ്ലൂറൽ വെർബിനെ സിംഗുലർ വെർബിലോട്ടാക്കാൻ SO ESO ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾ റൈറ്റ്, പ്ലൂറലില് റൈറ്റ് എന്നാകും, സിംഗുലറിലോട്ട് വരുമ്പോൾ റൈറ്റ്സ് ആവും. ഗോ, പ്ലൂറലില് ഗോയാണ്, അത് സിംഗുലറിലോട്ട് വരുമ്പോൾ ഗോസ് ആവും. സിംഗുലർ സബ്ജക്റ്റ് എപ്പോഴും സിംഗുലർ വെർബിന്റെ കൂടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പ്ലൂറൽ സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറൽ വെർബിന്റെ കൂടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ
നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. നമ്മള് ഡസ് ഡു അത് വെച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നമ്മൾ നോക്കി. ഡസ് എന്ന ഡു ചെയ്യുന്നു, നമ്മൾ ഇപ്പൊ പ്ലൂറലിന്റെ കൂടെ വരുമ്പോൾ ഡു ചേർക്കും, ഐ യു വി ദേ യുടെ കൂടെ ഡൂവും ചേർക്കും. സിംഗുലർ സബ്ജക്ട് ഹി ഷീ ഇറ്റ് വരുമ്പോൾ ഡസുമാണ് ചേർക്കുന്നു. ഫോർ എക്സാമ്പിൾ ഹി ഡ്രൈവ്സ് കാർ, അതിന്റെ ആ ഒരു ഫോമില് സിംഗുലർ, അത് സിംഗുലർ ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്, കാരണം അവിടെ സബ്ജക്റ്റ് വന്നിരിക്കുന്നത് സിംഗുലർ ആണ്. അപ്പോൾ അത് വെച്ച് പറയുമ്പോൾ ഡസ് ഹി ഡ്രൈവ്സ് കാർ, അപ്പോൾ അതിനെ തന്നെ അതിന് മുമ്പ് നമുക്ക് അതിന്റെ നെഗറ്റീവും കൂടെ നോക്കിയിട്ട് അതിന്റെ 4 ഫോം പറയാം. സിംഗുലറിൽ ഹി ഷീ ഇറ്റിന്റെ കൂടെ ഡസ് വരുന്നു, പ്ലൂറലില് ഐ യു വി ദേയുടെ കൂടെ ഡു വരുന്നു. ഇതിന്റെ തന്നെ നെഗറ്റീവ് ഇതുണ്ട്. നെഗറ്റീവ് വരുമ്പോൾ ഡസ് പ്ലസ് നോട്ട് ഈസ് ഈക്വൽ ടു ഡസിന്റ്. ഡസിന്റ് എന്നാണ് സിംഗുലർ ഫോമിന്റെ കൂടെ വരുന്നത്. നെഗറ്റീവ് വരുമ്പോൾ ചെയ്യില്ല, ചെയ്യുന്നില്ല, അതിനെ പറയുന്നതാണ് ഡസിന്റ്. ചെയ്യും എന്നുള്ള ഒരു ഫോം ഡസ് ആണെങ്കിൽ ഡസിന്റ് നേരെ ഓപ്പോസിറ്റ്, അതിന്റെ നെഗറ്റീവ്. ഇപ്പൊ ഡു, പ്ലൂറലില് ഡു എന്ന് പറയുന്നത് ചെയ്യുമെന്നെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡു പ്ലസ് നോട്ട് ഡോണ്ട്, അതാണ് നെഗറ്റീവ് വരുമ്പോൾ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഒരു സെന്റൻസ് എടുക്കുമ്പോൾ അതിൽ 4 ഫോം കാണും. പോസിറ്റീവ് ആയിട്ടുള്ള, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോസിറ്റീവ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റും നെഗറ്റീവ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റും ആണ് പഠിച്ചത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഷീ ഗോസ് ടു സ്കൂൾ, അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോസിറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ ഷീ ഗോസ് ടു സ്കൂൾ ആണ്. സെക്കൻഡ് അതിന്റെ തന്നെ പോസിറ്റീവ്, അതിനെ നമ്മളൊരു ക്വസ്റ്റ്യൻ ആക്കുകയാണ്. ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡസ് ഷീ ഗോ ടു സ്കൂൾ വരും. ഡസ് എന്നുള്ള ഒരു വാക്ക് ഫ്രണ്ടിൽ ഇട്ടാണ് നമ്മളത് ക്വസ്റ്റ്യൻ ആക്കുന്നത്. അതും ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇനി അത് നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ ഷീ ഡസൻ ഗോ ടു സ്കൂൾ ആവും. ഷീ ഡസൻ ഗോ ടു സ്കൂൾ ആവും. ആ ഒരു ഷീ ഡസൻ ഗോ ടു സ്കൂളിനെ അതിനെ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഡസൻ ഫ്രണ്ടിൽ ചേർക്കണം. ഡസൻ ഷീ ഗോ ടു സ്കൂൾ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു 4 ഫോം ആ ഒരു സെന്റൻസിൽ നിന്ന് കിട്ടുന്നുണ്ട്. 2 പോസിറ്റീവ്, 2 നെഗറ്റീവ്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹി ഡ്രൈവ്സ് കാർ. ഹി ഡ്രൈവ്സ് കാർ അതൊരു പോസിറ്റീവ് ആണ്. ഇനി അതിന്റെ നെഗറ്റീവ് സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഹി ഡസൻ ഡ്രൈവ് കാർ. ഓക്കെ, ഹി ഡസൻ ഡ്രൈവ് കാർ. ഇനി അതിനെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആക്കാം. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആക്കാം, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കാം. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ നമുക്ക് ഡസ് ഹി ഡ്രൈവ് കാർ, അവൻ കാർ ഓടിക്കുമോ, അങ്ങനെ വരും. ഇനി ഡസൻ ഹി ഡ്രൈവ് കാർ, അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഡസൻ ഡ്രൈവ് കാറില് ഡസൻ ഫ്രണ്ടിൽ വന്ന് ആ ക്വസ്റ്റ്യൻ ഡസൻ ഫ്രണ്ടിൽ വരുമ്പോൾ അതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആകുന്നു. ഡസൻ ഹി ഡ്രൈവ് കാർ ആകുന്നു. അതുപോലെ നമുക്ക് ഓരോ സെന്റൻസിനെ 4 ഫോമായിട്ട് പഠിക്കാൻ പറ്റും. ഷീ ലൈക്സ് ഐസ്ക്രീം. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്കിപ്പോ വെർബ് പ്ലൂറൽ സിംഗുലർ ആകുമ്പോൾ ലൈക്സ്, ഡ്രൈവ്സ്, റൈറ്റ്സ്, ഗോസ് അതൊക്കെ വരും. പക്ഷെ നമ്മള് അത് ഡസ് കൂട്ടി നമ്മൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എഴുതുമ്പോൾ ഈ ഗോസ്, റൈറ്റ്സ്, ഡ്രൈവ്സ് അങ്ങനെയൊന്നും വരത്തില്ല. ഡസ് പ്ലസ് നോട്ട്, ആ ഒരു എസ് ആണ് ഈ ഡസിൽ വരുന്നത്. ഈ വെർബിന്റെ എസ് ആണ് ഈ ഡസിൽ വരുന്നത്. അപ്പോ ഡസ് പ്ലസ് നോട്ട് ഡസൻ. അപ്പൊ അവിടെ വെർബ് നമ്മൾ ചേർക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ് ആയാലും പോസിറ്റീവ് സെന്റൻസ് ആയാലും അവിടെ നമ്മൾ എഴുതുമ്പോൾ ഇപ്പൊ ഷീ ഗോസ് ടു സ്കൂൾ, അതില് പിന്നെ അതിന്റെ നമ്മൾ നെഗറ്റീവ് സെന്റൻസ് എഴുതുകയാണ്, അല്ലെങ്കിൽ ഡസ് ചേർത്ത് എഴുതുകയാണെങ്കിൽ ഷീ ഗോസ് ടു സ്കൂൾ വരുമ്പോൾ ഡസ് ഷീ ഗോ ടു സ്കൂൾ, ഗോസ് വരത്തില്ല, കാരണം ആ ഒരു എസ് ഈ ഡസിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഡസ് ഷീ ഗോ ടു സ്കൂൾ, ഷീ ഡസൻ ഗോ ടു സ്കൂൾ, ഡസൻ ഷീ ഗോ ടു സ്കൂൾ. ഓക്കെ, അങ്ങനെ 4 ഫോമിൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. Yeah, okay, Rashida, very good. Next, Pinsha. യെസ് മാം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ് പറയുന്നത്. എന്ത് ചെയ്യുന്നു എന്നതാണ് നമ്മൾ കൂടുതലായിട്ട് അതിനെ സൂചിപ്പിക്കുന്നത്. യൂണിവേഴ്സൽ ട്രൂത്ത്, ഹാബിറ്റ്സ്, പെർമനന്റ് സിറ്റുവേഷൻസ്, ഇതിനൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്.
ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. അപ്പൊ സബ്ജക്റ്റിൽ തന്നെ പ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട്. അന്നേരം സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ, ഹി, ഇറ്റ്, എവ്രിബഡി എന്നതാണ്. പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഐ, യു, ദേ, വി എന്നതാണ്. അന്നേരം പ്ലൂറൽ വെർബിനെ സിംഗുലർ വെർബിലോട്ട് നമ്മൾ മാറ്റാനായി SO അല്ലെങ്കിൽ ESO ആഡ് ചെയ്യും. അതായത് റൈറ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ വെർബാണ്. അതിനെ നമ്മൾ സിംഗുലറിലോട്ട് ആക്കാൻ വേണ്ടി റൈറ്റ്സ് എസ് ഓർ ES ആഡ് ചെയ്യും. ദെൻ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇല്ലായിരുന്നെങ്കിലും ഞാൻ റെക്കോർഡ് ക്ലാസ് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായെന്ന് പറയുന്നത് നമ്മൾ ഒരു സെന്റൻസ് ഇപ്പം പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൽ പറയുന്നത് ഷീ ലൈക്സ് ഐസ്ക്രീം, നമ്മൾ ലൈക്സ് ഐസ്ക്രീം എന്ന് പറയുന്നു. അതിന് തന്നെ നെഗറ്റീവ് സെന്റൻസ് ആക്കുമ്പോൾ ഷീ ഡസന്റ് ലൈക്ക് ഐസ്ക്രീം. ഇത് തന്നെ നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഡസ് ഷീ ലൈക്ക് ഐസ്ക്രീം. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആവുമ്പോൾ ഡസന്റ് ഷീ ലൈക്ക് ഐസ്ക്രീം. യെസ് മാം. ഓക്കെ വെലുഷ. ഇനി നെക്സ്റ്റ് ആരാ? Who is next to talk about simple present tense? ആരാണ്? ആരുമില്ല. ഓക്കെ. ഓക്കെ, സിന്ധു പറയൂ. മാം, ഞാൻ വേറെ റെഡിയാക്കിയിട്ടില്ല. ഒന്നും ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. പറയൂ. ഹി ഡ്രൈവ് കാറ്, ഹി ഡസന്റ് ഡ്രൈവ് കാറ്, ഡസ് ഹി കാർ. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പറയൂ. എന്താണ് സിന്ധുവിന് മനസ്സിലായത്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് എക്സാമ്പിൾ പറയാം, ഫോംസ് പറയാം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സിംഗുലർ ഫോമില് ഹി, ഷീ, ഇറ്റ്, പ്ലൂരലില് ഐ, വി, യു, ദേ എന്നാണ്. ഞാൻ ഡ്രൈവ് പറയുമ്പോൾ ഹി ഡ്രൈവ് കാറ്, ഹി ഡസന്റ് ഡ്രൈവ് കാറ്, ഡസ് ഹി ഡ്രൈവ് കാറ്, ഡസന്റ് ഹി ഡ്രൈവ് കാറ്. അത്രയാണ് മനസ്സിലായത്. താങ്ക് യു. ഇനി നെക്സ്റ്റ് ആരാ? കവിത. കവിത ക്ലാസ്സിലുണ്ടോ? പറയൂ. ടെൻസ് 3 തരത്തിലുണ്ട്. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസന്റ് ടെൻസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂ, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ടെൻസില് പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ ഫ്യൂച്ചർ ടെൻസില് ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് V1. സബ്ജക്റ്റ് ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്. പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ ഐ, യു, വി, ദേ. സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, everybody. V1 ഫോം വെർബ് എല്ലാം പ്ലൂറൽ വെർബ് ആയിട്ടാണ് എടുക്കുന്നത്. സിംഗുലർ വെർബിലേക്ക് ഇതിനെ മാറ്റുമ്പോൾ എസ് ഓർ ES ആണ് ചേർക്കുന്നത്.
ഞാൻ അത്രയ്ക്ക് നോക്കിയിട്ടുള്ളൂ മിസ്. ക്ലാസ് മുഴുവൻ എനിക്ക് കിട്ടിയിട്ടില്ല. റെക്കോർഡിംഗ് ക്ലാസ് കേട്ടതിന്റെ ഒരു ഇതിൽ എഴുതിയെടുത്തേക്കുന്നതാ. ഓക്കെ ഓക്കെ കവിത, എല്ലാരും പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നെക്സ്റ്റ് ഷമീമ. ഷമീമ ക്ലാസ്സിലുണ്ടോ? ടീന. Yes, ma'am. എല്ലാരും വളരെ നന്നായിട്ട് പറഞ്ഞു. നമുക്ക് ടെൻസിന്റെ യെസ് മാം നന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂട്ടോ, കാരണം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാവട്ടെ. ഓക്കെ 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 എന്ത് നമ്മുടെ പേർപ്പസ് എന്താണ് ടെൻസിന്റെ? നമ്മുടെ മലയാളം ലാംഗ്വേജിൽ പല ഇന്ന് ചെയ്തു നാളെ ചെയ്യും അങ്ങനെ പല കാലങ്ങളിലായിട്ട് പറയും. സെയിം തന്നെയാണ് ഇംഗ്ലീഷിലും അല്ലെ? അപ്പോ ടെൻസിന്റെ നമ്മൾ പഠിക്കുന്നത് അതിന്റെ കറക്റ്റ് സ്ട്രക്ചർ നമ്മൾ റിട്ടേൺ ലാംഗ്വേജിലാണെങ്കിലും സ്പോക്കൺ ലാംഗ്വേജിലാണെങ്കിലും സ്പോക്കണിൽ നമ്മൾ കുറച്ചൊക്കെ കട്ട് ചെയ്തൊക്കെ പറയാം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. നമുക്കത് കുറച്ചൊന്ന് വലിയ ഗ്രാമർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു റിട്ടേൺ ഇതിൽ വരുമ്പോൾ നമുക്ക് ഗ്രാമർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആക്ഷൻ മാം ഇടയ്ക്ക് കുഞ്ഞുങ്ങളുടെ സൗണ്ട് അവരുണ്ട് കുറച്ച്. ഓക്കെ ഓക്കെ അപ്പോ ടെൻസിൽ നമുക്കറിയാം ഇതിൽ ഒരു ആക്ഷൻ ഒരു ആക്ഷനെ നമ്മള് എന്താ പറയാ പല കാലങ്ങളിലായിട്ട് അവതരിപ്പിക്കുന്നു. അതാണ് മെയിൻ ആയിട്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതില് സിമ്പിൾ നമുക്കറിയാം പ്രസന്റ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. ഇന്നലെ നടന്ന കാര്യങ്ങൾ നമുക്ക് പറയണം, ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ പറയണം, വരാൻ പോകുന്ന കാര്യങ്ങൾ പറയണം. ഇതിന്റെയൊക്കെ ആക്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. സിമ്പിൾ പ്രസന്റ് സിമ്പിളിലുണ്ട്, അതിൽ പല ഫോമുകളിലായിട്ട് നമ്മൾ പറയും. നമ്മൾ കറന്റ് നോക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളും ഹാബിറ്റുകൾ നമ്മൾക്ക് ഇതിഷ്ടമാണ് അതിഷ്ടമാണ് അത് നമ്മളുടെ കാര്യങ്ങൾ പറയാം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുമ്പോഴും. അതുപോലെ യൂണിവേഴ്സൽ ട്രൂത്ത് പറയുന്നത്, യൂണിവേഴ്സൽ ട്രൂത്ത് നമുക്കറിയാം മാറ്റാൻ പറ്റാത്തത്, ഇന്നത് അവിടെ അതൊരു ട്രൂത്ത് ആണ്, ഒരു സത്യമായ ഒരു കാര്യമാണ്, അതിനൊരു ചേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് പറയാം നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്, എപ്പോഴെപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഹാബിറ്റായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ. അങ്ങനെയുള്ള ടൈമിലൊക്കെ നമ്മൾ ഈ സിമ്പിൾ പ്രസന്റിന്റെ ഉപയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സിമ്പിൾ പ്രസന്റ് നമുക്കറിയാം ഒരു സെന്റൻസിന്റെ ഫോം എങ്ങനെയാണ്. ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ഉണ്ടാവണം, വേർബ് ആക്ഷൻ ഉണ്ടാവണം, ഒബ്ജക്റ്റ് ഉണ്ടാവണം. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലും സെന്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ? അപ്പോൾ എന്താണ് നമുക്ക് അതിൽ ഒരു ഫോർമുല പോലെ പറയാനാണെങ്കിൽ രാഷിദ വളരെ നന്നായിട്ട് അത് പറഞ്ഞു തന്നായിരുന്നു. സബ്ജക്റ്റ് വേണം, ആരാണ് ഒരു ആക്ഷൻ ചെയ്യുന്ന ആള്. അത് ആള് എന്നുള്ളത് വസ്തു ആകാം കേട്ടോ, ഒബ്ജക്റ്റും ആവാം, മീൻസ് നോൺ ലിവിങ് തിങ്ങും ആവാം, ലിവിങ് തിങ്ങും ആവാം. അതിനൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റിൽ ആരൊക്കെ വരും, ഷീ വരും, ഹീ വരും, ഒരാളുടെ പേര് വരും, ടോം എന്നുള്ളൊരു പേര് വരും, പിന്നെ ഇറ്റ് വരും. സാധനങ്ങൾ ലിവിങ് തിങ് അല്ലാത്തതിനൊക്കെ നമ്മൾ ഇറ്റ് പറയാം, ആനിമൽസിനും ഇറ്റ് പറയാം. ഇത്രയും ആൾക്കാർ സബ്ജക്റ്റിൽ വരും. പ്ലസ് പിന്നെ വേർബ് നമുക്കറിയാം ആക്ഷൻ വേർഡ് ആണ്. അത് ഈറ്റ് വരും, വർക്ക് വരും, സിറ്റ് വരും, ഒത്തിരി ഉണ്ട്. അപ്പോൾ ഈ സിമ്പിൾ പ്രസന്റിലെ ഒരു രസം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം റൂട്ട് ഫോം എടുക്കാൻ മതി അല്ലെ? സിറ്റിന് നമുക്ക് മാം പഠിപ്പിച്ചു തന്നു, പാസ്റ്റില് സാറ്റ് പറയും, അങ്ങനെ പിന്നെ റൈറ്റിന് റിട്ടേൺ റോട്ട്, അങ്ങനെ നമ്മൾ ഒത്തിരി തലവഹിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള അതിന്റെ റൂട്ട് ഫോം മാത്രം എടുത്താൽ മതി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് സിംഗുലറും ആക്കണം, പ്ലൂറൽ വേർബും ആക്കണം. സിംഗുലർ ആക്കാനായിട്ട് ഈ പറഞ്ഞ സബ്ജക്റ്റില് ഹി, ഇറ്റ്, അതുപോലെ ഒരാളുടെ പേര് റാം എന്നൊരാൾ നമുക്ക് എടുക്കാം. അവരുടെ ഒപ്പം നമുക്ക് സിംഗുലർ വെർബ് തന്നെയായിരിക്കും ഉപയോഗിക്കേണ്ടത്. എങ്ങനെ സിംഗുലർ വെർബ് ആക്കുന്നത്?
ഈ പറഞ്ഞ ആക്ഷൻ വേർഡ്സിന്റെ ഒപ്പം എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. അപ്പോൾ സിറ്റ് എന്നാണെങ്കിൽ സിറ്റ്, വർക്ക് എന്നാണെങ്കിൽ വർക്ക്, കം കം. അങ്ങനെ എക്സാമ്പിൾസ് ഒത്തിരി നമ്മൾ അങ്ങനെ അറിയാലോ. അപ്പൊ സബ്ജക്ട് പ്ലസ് സിംഗുലർ വെർബിനാക്കുന്നത് എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യുന്നത്, പ്ലസ് ഒബ്ജക്ട്. നമുക്കറിയാം ഐ ലൈക്ക് ഐസ്ക്രീം. ഈ സിംഗുലർ എടുക്കുകയാണെങ്കിൽ ഷീ ലൈക്സ് ഐസ്ക്രീം. ഷീ ലൈക്സ്, നമ്മൾ ലൈക്കിന്റെ ഒപ്പം എസ് ആഡ് ചെയ്തു. ഒപ്പം എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്? ഐസ്ക്രീം. അപ്പോൾ ഷീ ലൈക്സ് ഐസ്ക്രീം. ഇനി ഈ ഒരു സിംഗുലർ സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു സിംഗുലർ നമ്മളെടുത്ത സബ്ജക്ട് പ്ലസ് സിംഗുലർ വെർബ് എടുത്തു, ഒബ്ജക്റ്റ് എടുത്തു. ഇത് ഈ പറയുന്നത് ഷീ ലൈക്സ് ഐസ്ക്രീം എന്ന് പറയുന്നത് പോസിറ്റീവ് സെന്റൻസ് ആണ്. പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, സെന്റൻസിൽ നോട്ട് എന്ന് പറയുന്ന വേർഡ് കാണില്ല. നോട്ട് മാത്രം എന്നല്ല, കുറച്ച് വേർഡ്സും ഉണ്ട്. നമ്മൾ നെഗറ്റീവ് എന്ന് പറയും. നെഗറ്റീവ് കാണില്ല, നെഗറ്റീവ് വേർഡ്സ് ഉള്ളതും ഉണ്ട് സെന്റൻസ്. അപ്പോൾ നമ്മൾ മാം പറഞ്ഞു തരുമല്ലോ നമുക്ക്. അപ്പോൾ മാം പറഞ്ഞിട്ടുണ്ടെന്നാണോ ഇതിനു മുന്നേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെന്റൻസും അത് വരാതിരിക്കുന്ന സെന്റൻസിന് പോസിറ്റീവ് എന്ന് പറയും. മാം ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ മാം? നോട്ട് വരാത്തതാണ് സെന്റൻസിൽ പോസിറ്റീവ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോൾ സിംഗുലർ സെന്റൻസ്, സിംഗുലർ പ്ലസ് വെച്ചിട്ടുള്ള സെന്റൻസ് എടുക്കുകയാണെങ്കിൽ ഷീ ലൈക്സ് ഐസ്ക്രീം, അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇതിനെ നമ്മൾ എങ്ങനെ നെഗറ്റീവ് സെന്റൻസ് ആക്കും? നമ്മൾ പറഞ്ഞു നോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നോട്ട് വെറുതെ ആഡ് ചെയ്താൽ പറ്റില്ലല്ലോ. ഷീ ലൈക്സ് നോട്ട് എന്ന് നമ്മൾ പറയില്ലല്ലോ. അപ്പോൾ ആ ലൈക്സിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഡസ് പ്ലസ് ലൈക്ക്. ഡസിനെ എടുത്തു നമ്മൾ ആ എസിനെ അവിടെ നിന്ന് എടുക്കുകയാണ്, സ്പ്ലിറ്റ് ചെയ്യാണ്. ലൈക്സിനെ നമ്മളൊന്ന് എന്താ പറയുക, തിരിച്ചെഴുതുക പറയില്ലേ നമ്മള്, അതുപോലെ എടുക്കുകയാണ്. അപ്പൊ ലൈക്സിന്റെ കൂടെ ഡസ് ആഡ് ചെയ്തപ്പോഴാണ് ലൈക്സ് വന്നത്. അപ്പോ ഷീ ലൈക്സ് ഐസ്ക്രീം നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും? നോട്ട് ചേർക്കണം എന്ന് പറഞ്ഞു. നോട്ട് ചേർക്കണമെങ്കിൽ ആ വേർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അവിടുത്തെ വേർബ് ലൈക്ക് ആണ്. അപ്പൊ ഡസ് പ്ലസ് നോട്ട് ചേർക്കണം. അപ്പൊ ആ ഡസ് പ്ലസ് നോട്ട് നമ്മൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേണം ചേർക്കാൻ. ഷീ ഡസൻ ലൈക്ക് ഐസ്ക്രീം. അപ്പൊ അതൊരു നെഗറ്റീവ് സെന്റൻസ് ആയി. ഇപ്പൊ ഒരു പോസിറ്റീവ് സെന്റൻസ് കിട്ടി. ഷീ ലൈക്സ് ഐസ്ക്രീം, ഷീ ഡസൻ ലൈക്ക് ഐസ്ക്രീം. ഈ സിംഗുലർ ഇതില് നമുക്ക് വേർബ് വെച്ചിട്ട് ഷീ ലൈക്സ് ഐസ്ക്രീം, ഷീ ഡസൻ ലൈക്ക് ഐസ്ക്രീം. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ആ ലൈക്സിന് എസ് എടുത്തു, അതായത് ഡസിന് എടുത്തു. പിന്നീട് നമ്മൾ എസ് ഈ വേർബിന്റെ ഒപ്പം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഡസ് ഓൾറെഡി എടുത്തിട്ട് പിന്നെ വേർബിൽ എസ് ആഡ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോസിറ്റീവ് സെന്റൻസ് ഷീ ലൈക്സ് ഐസ്ക്രീം, അതിൽ നമ്മൾ നോട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ വേർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. ആ ലൈക്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ലൈക്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ലൈക്സ്, ഡസ് പ്ലസ് ലൈക്ക് ആണ്. അപ്പൊ നമ്മൾ ആ ഡസ് നമ്മൾ എടുക്കുമ്പോൾ അതിന് പോസിറ്റീവിൽ അങ്ങനെ ഡസ് ചേർക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നെഗറ്റീവിലാക്കുമ്പോൾ ഈ ഡസിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുമ്പോൾ ഷീ ഡസൻ ലൈക്ക് ഐസ്ക്രീം. പിന്നെ നമ്മൾ എസ് ലൈക്സിന്റെ കൂടെ ആഡ് ചെയ്യരുത്. അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കൊരു നെഗറ്റീവ് സെന്റൻസ് കിട്ടി. ഇനി ഈ സെയിം സെന്റൻസിനെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഐ ലൈക്ക് ഐസ്ക്രീം, ഷീ ലൈക്സ് ഐസ്ക്രീം. അപ്പോൾ ആ ഡസ് നമ്മൾ ഡസിന് എടുക്കണം. ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ പോസിറ്റീവ് ഡസിന് എടുക്കണം. നോട്ട് ചേർക്കാത്ത ഡസിനെ പുറത്തേക്ക് എടുക്കാം. ഡസ് ഷീ ലൈക്ക് ഐസ്ക്രീം. ഇനി ഈ സെയിം തന്നെ നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുമ്പോഴോ ആ ഡസിന്റെ മാത്രം എടുത്താൽ മതി. ഡസൻ ഷീ ലൈക്ക് ഐസ്ക്രീം. അത്ര ക്വസ്റ്റ്യൻ. അതാണ് പോസിറ്റീവ് സെന്റൻസ്. നെഗറ്റീവ് സെന്റൻസ് മാറ്റി ഈ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആക്കി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കി. വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. He wants milk. He wants a cup of milk. He wants a
കപ്പ് ഓഫ് മിൽക്ക്. അതൊരു പോസിറ്റീവ് സെന്റൻസ്. അതിന് ഒരു കപ്പ് പാല് വേണം, ആവശ്യമുണ്ട് അല്ലെങ്കിൽ വേണം. ഹി വോൺസ് എ കപ്പ് ഓഫ് മിൽക്ക്. അപ്പോൾ അതില് വോൺസ് എന്നതാണ് നമുക്കറിയാം ആക്ഷൻ വേർഡ്. ആ ആക്ഷൻ വേർഡ് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ആദ്യം ഒന്ന് മനസ്സിൽ കൊണ്ടുവരാം. എങ്ങനെയായിരിക്കും? എസ് ഉണ്ട് അല്ലെ, വോൺസിന്റെ കൂടെ എസ് ഉണ്ട്. അപ്പോൾ വോണ്ട് പ്ലസ് ഡസ് ആണ്. അപ്പൊ ഡസിനെ നമ്മൾ നെഗറ്റീവ് സെന്റൻസ് ആക്കാൻ ഹി ഡസിൻ വോണ്ട്. വോൺസ് വേണ്ട, വോണ്ട് മതി. വോണ്ട് എ കപ്പ് ഓഫ് മിൽക്ക്. ഇനി ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുകയാണെങ്കിലോ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആക്കണം. നമ്മൾ ഓൾറെഡി വോൺസിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡസ് ആക്കി. ഡസിൻ ഹി വോണ്ട് എ കപ്പ് ഓഫ് മിൽക്ക്, അല്ലെങ്കിൽ മിൽക്ക് അങ്ങനെ ഷോർട്ട് ചെയ്യാം. ഇനി അതന്നെ നമ്മൾ ഡസ് ഹി വോണ്ട് എ കപ്പ് ഓഫ് മിൽക്ക്, അല്ലെങ്കിൽ മിൽക്ക് അത് തന്നെ നെഗറ്റീവ് ആക്കുമ്പോൾ ഡസിൻ ഹി വോണ്ട് മിൽക്ക്. അങ്ങനെ ഇപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അതിൽ സിംഗുലർ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി പ്ലൂറൽ ആക്കുമ്പോഴോ, പ്ലൂറൽ സബ്ജക്ട് ഏതൊക്കെയാണ്? ഐ, യു, വി, ദേ, പിന്നെ രവി, റാം ആൻഡ് അശ്വതി, അരുൺ, അങ്ങനെ പറയാം. അത്രയുമാണ് നമ്മൾ പ്ലൂറൽ ഫോമിൽ വരാം. ഐയും യുവും, ഐന്ന് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ആണ് ആക്കുന്നത്. യു അതൊക്കെ നമുക്കറിയാം തേർഡ് പേഴ്സണിൽ വരും. അതിന് നമ്മൾ പ്ലൂറൽ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഫോമുല എങ്ങനെയായിരിക്കും? സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റ്, അതായത് ഐ, യു, വി, ദേ, പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പേര് കേട്ടോ, പ്ലസ് എന്ത് ഫോം ആയിരിക്കും? വേർബ്. എന്ത് ഫോം? പ്ലൂറൽ ഫോം വേണം. അപ്പൊ അത് വളരെ ഈസിയാണ്. നമുക്ക് എസോ യെസ് ഒന്നും ആഡ് ചെയ്യണ്ട. നമ്മൾക്ക് റൂട്ട് ഫോമിലുള്ള വേർബ് തന്നെ മതി. അപ്പൊ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പക്ഷെ അതിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗുലറിൽ ഡസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തു, പ്ലൂറലിൽ വരുമ്പോൾ അത് ഡു ആയിരിക്കും. ഡു പ്ലസ് ആക്ഷൻ വേർഡ് ആയിരിക്കും. അത് നമ്മൾ മനസ്സിൽ കൊണ്ടുവരും. പിന്നെ പ്ലസ് ഒബ്ജക്ട്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ they like ice cream. നമുക്ക് ഐസ്ക്രീമിന്റെ വെച്ചിട്ടുള്ള സെന്റൻസ് തന്നെ. they like ice cream. അപ്പൊ അതില് they എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ലൈക്ക് നമ്മൾ നേരത്തെ ലൈക്സ് എന്ന് ആഡ് ചെയ്തു സിംഗുലർ വെർബ് ആക്കാൻ. ഇവിടെ നമുക്ക് പ്ലൂറൽ വെർബില് എസോ യെസിന്റെ ആവശ്യമില്ല. അപ്പൊ ലൈക്ക് മതി. പക്ഷെ അതിന് നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഡു വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. ഡു പ്ലസ് ലൈക്ക് ആണ്. അപ്പോൾ ഡൂവിനെ നമ്മൾ ഒരു ദേ ലൈക്ക് ഐസ്ക്രീം ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അതിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കാൻ ഡൂവിന്റെ ഒപ്പം എന്ത് ചേർത്താൽ മതി? നോട്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, നോട്ട് ചേർത്താൽ മതി. അപ്പൊ അതിന് നമ്മൾ ദേ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. അപ്പൊ അതൊരു നെഗറ്റീവ് സെന്റൻസ് ആയി. ഇനി അതിന് ക്വസ്റ്റ്യൻ ഫോം ആക്കുമ്പോഴോ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുകയാണെങ്കിലോ നോട്ടില്ലാത്ത ഡൂവിനെ പുറത്തേക്ക് എടുക്കാം. ഡു ദേ ലൈക്ക് ഐസ്ക്രീം. അത് തന്നെ നെഗറ്റീവ് ആക്കാൻ ഡോണ്ട് ദേ ലൈക്ക് ഐസ്ക്രീം. ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സിംഗിൾ പ്രസന്റ് ഈസി ആവും എന്ന് വിചാരിക്കുന്നു. ഇത്രയുമാണ് എനിക്ക് മനസ്സിലായത്. താങ്ക് യു. ഓക്കെ സനില, കുറെ നാളായി കണ്ടിട്ട്. വലുതൊക്കെ മനസ്സിലായോ? യെസ് മാം. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു മാം, അതെനിക്ക് ഓക്കെയാണ്. പിന്നെയുള്ള ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് പിടികിട്ടി. കാരണം ഞാൻ റെക്കോർഡഡ് ക്ലാസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ടീനയുടെ ബ്രീഫിംഗ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ക്ലാസ് എല്ലാവരുടെയും കൂടിയപ്പോൾ കറക്റ്റ് ആയിട്ട് പിടികിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്തായാലും പ്രസന്റ് ചെയ്യാം മാം. ഒന്നുകൂടി ഒന്ന് എനിക്ക് അന്ന് കഴിഞ്ഞ ദിവസത്തെ നോട്ട്സ് ഒന്ന് കറക്റ്റ് ആക്കാനുണ്ടേ. അപ്പൊ ഒരു എക്സാമ്പിൾസ് കൂടി ആകുമ്പോൾ ഓക്കെ ആകും ഞാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ പറയുന്നേ? ശിവരഞ്ജിനി. മാം, എനിക്കത്ര ക്ലിയർ ആയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും കേട്ടിട്ടില്ലായിരുന്നു. എനിക്ക് ടെൻസിന്റെ ക്ലാസ് തന്നെ അധികം അപ്പൊ ഞാൻ റെക്കോർഡും ഒന്ന് കേട്ടിട്ട് പിന്നെ ഇവരോടും ഒന്ന് ചോദിക്കാന്ന് ഓർത്ത് അങ്ങനെ ഇരിക്കുവായിരുന്നു പേഴ്സണലി മെസ്സേജ്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ ആക്കാം. ഓക്കെ, നെക്സ്റ്റ് സുജിത മാം ട്രൈ ചെയ്യുന്നുണ്ടോ? യെസ് മാം. ഞാൻ വേറെ തുടക്കം തുടങ്ങി ഒന്ന് ആഡ് ചെയ്യാം.
ഓക്കെ, മലയാളം വിൽ ബി ഓക്കെ. ഐ തിങ്ക് സോ. മലയാളത്തിൽ തന്നെ പറയാൻ നോക്കാം പരമാവധി. ഇൻ ബിറ്റ്വീൻ ഇംഗ്ലീഷ് കയറുള്ളൂ. ഫ്രം ദ ബിഗിനിങ് ലെറ്റ് മീ സ്റ്റാർട്ട്. വേർബ് ശരിക്കും ടെൻസ് എന്താന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കണേ അല്ലോ. അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ ടെൻസ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്നല്ലാതെ വാട്ട് ഈസ് ടെൻസ് മീൻസ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് വേർബ് വിച്ച് ഷോസ് ടൈം ഓഫ് എൻ ആക്ഷൻ. മീൻസ് നമ്മുടെ മലയാളത്തിൽ കാലം എന്ന് പറയും, ബട്ട് ഇംഗ്ലീഷിൽ അങ്ങനെ കാലം എന്നുള്ളൊരു വേർഡ് ഇല്ല. വി യൂസ് ടൈം ഓൺലി. ഓക്കെ, ക്ലിയർ? പറഞ്ഞോട്ടെ മാം? Yeah, sure. ഐ ക്യാൻ കണ്ടിന്യൂ. സോ അതുകൊണ്ടാണ് നിങ്ങൾ കൺഫ്യൂഷൻസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയണത്. അപ്പോൾ എന്താ പറയുക, എന്തിനും നമ്മളിപ്പോൾ വെറും ഗോ പറഞ്ഞാലും സെന്റൻസ് ആയി. കം, സിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു വേർബ് വേണം. ഏത് ലാംഗ്വേജിലും നമുക്ക് വേണമെങ്കിൽ ഒരു സെന്റൻസ് ആക്കാൻ. സിംപ്ലസ്റ്റ് വേർഡ് ഇഫ് യു യൂസ് ഓൾസോ ദാറ്റ് വിൽ ബി എ സെന്റൻസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഒരു വലിയൊരു അവതാരം തന്നെ ടെൻസ്. ഞാനിപ്പോൾ ഹിന്ദി പഠിക്കാം, ഇപ്പം നിങ്ങൾ വേറെ ഏത് ലാംഗ്വേജ് പഠിക്കണമെങ്കിലും ഈ ബേസ് ആണ് നമുക്ക് വേണ്ടത് ടെൻസിൻ്റെ. അപ്പോൾ വൺസ് ഇഫ് യു ഡു ഇംഗ്ലീഷ് അറ്റ്ലീസ്റ്റ് പ്രോപ്പർലി എനി ലാംഗ്വേജ് യു ക്യാൻ ലേൺ ബേസ്ഡ് ഓൺ ദിസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം പഠിപ്പിക്കണോണ്ടാണ്, രണ്ടും പഠിപ്പിക്കണുണ്ടല്ലോ. എനി ലാംഗ്വേജ് ഐ തിങ്ക് ഐ ക്യാൻ, സോ ദാറ്റ് ഐ സെഡ് നോ, ഗ്രാമർ ഇസ് നോട്ട് ദാറ്റ് ഈസി, ബട്ട് വൈ വി വോണ്ട് ടു യൂസ് ഇറ്റ് ദാറ്റ് വി ഷുഡ്. അപ്പോൾ വേർബിന് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ ആദ്യം പറയുമ്പോൾ വേർബ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഒരു ടീച്ചർ ആകുന്നു അല്ലേ, നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ വിച്ച് ഇസ് എ വേർബ് ഇൻ ദിസ്? ക്യാൻ എനിവൺ ആൻസർ? സി, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്കും ടെൻഷൻ കിട്ടാ മിസ്സേ. പേര് വിളിച്ചിട്ട് എനിക്ക് തന്നെ കൈകാലം വരക്കണം. ദോ വി ആർ ടീച്ചേഴ്സ്, ആരാണെങ്കിലും. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പറയാം. മീൻസ് റിയലി ഇറ്റ്സ് വെരി ഗോഡ്, മൈ ഹാൻഡ്സ് ആർ ഷിവറിങ് ലൈക്ക് ഗിവിംഗ് എ സ്പീച്ച് ഇറ്റ് ഇസ്. നോ, സോ ലെറ്റ് മീ സേ ജസ്റ്റ് വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ഹൗ യു ട്രാൻസ്ലേറ്റ് ദിസ്. ദെൻ ലെറ്റ് മീ കുറച്ചും കൂടി ബാക്കിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഇസ് ദ ഡിഫറൻസ് ഹിയർ. ഓക്കെ, ഞാനൊരു ടീച്ചർ ആകുന്നു. വാട്ട് ഇസ്, ഹൗ യു വിൽ ട്രാൻസ്ലേറ്റ് ഇറ്റ് in Malayalam? In English, how you'll translate? Okay. Anyone can. It's okay. See, be free to. I said no. I'm also a student. I'm a teacher. Okay, I'm a teacher. No, in this, which is a verb? am. Oh, okay. So verb means we have learned kriya. Kriya, what is that? Action. അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത് verb എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആക്ഷൻ ആണോ? അതൊരു ഹെൽപ്പിംഗ് വെർബ് ആണ്. അല്ല, ഇവിടെ പക്ഷെ അത് ഹെൽപ്പിംഗ് verb അല്ല. Come on, Tina, you can do it. അത് നമ്മുടെ ടൈമിനെ കാണിക്കുന്നു. ഇപ്പൊ Yeah, that is called state verbs. State എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥയെ കാണിക്കുന്നു. What we are. അല്ലേ, ആകുന്നു in മലയാളം when we'll say. അപ്പൊ am, is, are, was, were. ഇതിന് നമ്മൾ സ്റ്റേറ്റ് verb എന്നാ പറയണേ. അതുപോലെ ഉണ്ട്, I have a book, I have a car. So these are called possessional verbs. So I said no, verb is very in detail. If you're going, first you should know what this verb is. And that's why I'm saying this all and actional verb. ഇപ്പം മിസ് പറഞ്ഞ പോലെ actional verb ആണ് V1, V2, V3 എന്ന് പറയുന്നത്. Even base form is there, to go. To കഴിഞ്ഞിട്ട് ഒരു verb ചേർക്കുകയാണെങ്കിൽ അത് go. To go, to sleep, to eat. I like to eat food too much, or sweet foods, or delicious food, whatever it is. To ചേർത്തിട്ട് പറയും, to കഴിഞ്ഞിട്ട് വരുന്ന verb ഇൻഫിനിറ്റി ഫോമിൽ. ഓക്കെ, ഞാൻ ഈ ഡീറ്റെയിൽ പറഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടി കൺഫ്യൂസ് ചെയ്യണില്ല. സിമ്പിൾ വേയിൽ തന്നെ ഞാൻ പറയാം. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാ? നമ്മുടെ ഈ വേർബ്സ് ആണ്. അപ്പൊ ഈ ഫോംസ്, ഈ 4 ഫോംസ് മിസ് പറഞ്ഞ പോലെ അത് പെർഫെക്റ്റ് ടെൻസിൽ പഠിക്കാം, കണ്ടിന്യൂസിൽ പഠിക്കാം. ഇത് 4 ഈ 4 ഇതും അപ്ലൈ ചെയ്യും നമ്മൾ ഈ വെർബ്സ്. അപ്പൊ ഫസ്റ്റ് ആം, ഈസ്, ആർ. ഇപ്പൊ ടീന പറഞ്ഞ പോലെ ഹെൽപ്പിംഗ് വെർബ്സ് ഓർ ഓക്സിലറി വെർബ്സ് എന്ന് പറയും. ആം, ഈസ്, ആർ വേറൊരു വെർബിന്റെ കൂടെ, അത് ING ഫോമിന്റെ കൂടെ ഒക്കെ ചേരുമ്പോഴാണ് അത് ഓക്സിലറി വെർബ് അവിടെ. ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് വെർബ്, സഹായിക്കാനായിട്ട് യൂസ് ചെയ്യണത്. ഇപ്പൊ നമ്മൾ വാട്ട് ഈസ് ദാറ്റ്, ഹി ഡ്രൈവ്സ് ഫാസ്റ്റ്ലി അല്ലേ. ആൻഡ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ഇഫ് ഷീ സിങ്സ് വെൽ, അവൾ നല്ലപോലെ പാടും, അല്ലെങ്കിൽ ഷീ സ്യൂസ് വെൽ, അവൾ നല്ലപോലെ തയ്ക്കും. അങ്ങനെ എന്തെങ്കിലും നമ്മൾ നല്ലത് ഒരാളെ കുറിച്ച് പറയുമ്പോൾ വി ആർ നോട്ട് സെയിങ് ദാറ്റ് ഷീസ് സിംഗിങ് വെൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്ന ആക്ഷനിലല്ലേ പറയുള്ളൂ. ഇത് രണ്ടും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്തത് എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരെണ്ണം കൂടി ആഡ് ചെയ്യുന്ന ന്യൂസ് ഹെഡ്ലൈൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ദ പ്രസിഡന്റ് അറൈവ്സ് ടുമോറോ. ദോ ഇറ്റ്സ് ടുമോറോ ഫ്യൂച്ചർ ഫോമിലാണെങ്കിൽ പോലും നമ്മൾ ന്യൂസ് ഹെഡ്ലൈൻസ് ഒക്കെ മിക്കവാറും ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. എന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഇപ്പൊ ഡു എങ്ങനെയാ വരുന്നത്? ഹെൽപ്പിംഗ് വേർബ് ആയിട്ടാണ് ഇവിടെ ഡു വരുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിൽ ഇല്ല. ഇപ്പൊ ഐ നോ ഹിം, സിമ്പിൾ സെന്റൻസ് ആണ്. നോ എന്ന് പറയുമ്പോൾ NO തന്നെ നിങ്ങൾ കേൾക്കുള്ളൂ. KNOW. ഞാൻ എന്തുകൊണ്ടാണ് എന്താ നമ്മൾ ഇത് എപ്പോഴും പറയും എനിക്ക് അവനറിയാം, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് പറയാനറിയാം. ദിസ് ഇസ് വാട്ട് വി ആർ യൂസിങ്. നോ, അപ്പൊ അവിടെ അറിയാമോ
അല്ലെങ്കിൽ അറിയില്ലേ എന്ന് ചോദിക്കുന്നതാണ് ഐ ഡോണ്ട് നോ ഹിം. അപ്പൊ നിങ്ങൾ ഒരു നോ അവിടെ നോട്ട് ചേർത്തോണ്ട് പിന്നെ നോ യൂസ് ചെയ്യാതെ ഇരിക്കരുത്. KNOW ആണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ ഇതിപ്പോ മനസ്സിലായില്ല. അവിടെ നമ്മൾ ഡു ഡസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്, അത് ഹെൽപ്പിംഗ് വേർബ്സ് ആണ് അവിടെ. അപ്പൊ നമ്മൾ ശരിക്കും ക്വസ്റ്റിന്റെ റൂൾ അതാണ്. നെഗറ്റീവ് ആക്കണമെങ്കിലും റൂൾ അതാണ്. വാട്ട് യൂസ് സ്ട്രക്ചർ റൂൾ എന്ന് പറയുന്നത് ഡു ഓർ ഡസ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ പ്രൈമറി ഓക്സിലറി വേർബ്സും കുറേ ഉണ്ട്. ഈ വേർബ്സ് അതിൽ ഫസ്റ്റ് ഇതാണ് പ്രൈമറി auxiliary verbs. Am, is, are, was, were, then has, have, had. Okay, then do, does, did. അങ്ങനെ 11 auxiliary verbs നമ്മുടെ ഈ ഫസ്റ്റ് പ്രസന്റും പാസ്റ്റ് ടെൻസിൽ തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പം ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് ടീന പറഞ്ഞുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഹാസ്, ഹാവ്, ഹാഡ് എന്താന്ന് പറഞ്ഞത് പൊസിഷണൽ, എന്തോ ഉണ്ട്, നേടി എന്ന് പറയണം. നമ്മളവിടെ ഹാസ്, ഹാവ്, ഹാഡ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ടെൻസിലേക്ക് വരാം. അപ്പൊ ടെൻസ് എന്ന് പറയുന്നതും ഈ പറഞ്ഞ വേർബിന്റെ തന്നെ ഒരു അവതാരം, വലിയൊരു അവതാരം. ഇത് ഏത് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ടെൻസ് പഠിച്ച ആ റൂളും അറിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ലേൺ. ഹിന്ദി മേ സ്കൂൾ ഗയ, ഇഫ് യു സേ ഓൾസോ ദാറ്റ് ഈസ് ഗയ ലാസ്റ്റിൽ വരും അല്ലെ. ഫോർമേഷനിൽ നമ്മുടെ ലാംഗ്വേജിലും മലയാളത്തിലും ഹിന്ദിയും എല്ലാം വേർബ്സ് എപ്പോഴും ലാസ്റ്റിലാണ് വരുന്നത്. ഇംഗ്ലീഷിൽ പക്ഷെ അത് നടുക്കാ വരുന്നത്. സോൺലി ഇറ്റ്സ് എ ഹാർട്ട് ഓഫ് ദ സെന്റൻസ്. ഒരിക്കലും ഒരു വേർബ് ഇല്ലാതെ നിങ്ങൾ സെന്റൻസ് ഫ്രെയിം ചെയ്യരുത്. എന്നാൽ നിങ്ങൾ എഴുതിയിലെ മിസ്റ്റേക്സ് വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ ആം, ഈസ്, ആറോ, അല്ലെങ്കിൽ ഹാസ്, ഹാവ്, ഹാഡോ, അല്ലെങ്കിൽ ഗോ, സ്ലീപ്പ്, എന്തെങ്കിലും വരും. അപ്പൊ വേർബാണ് ശരിക്കും എല്ലാത്തിന്റെ. അതാ ഞാൻ പറഞ്ഞത്, വെറും ഒരു വേർബ് നിങ്ങൾ യൂസ് ചെയ്താലും സെന്റൻസ് ആയി. സിമ്പിൾ സെന്റൻസ്, സ്മോളസ്റ്റ് സെന്റൻസ് ലൈക്ക് ഗോ, സ്ലീപ്പ്. ഷട്ടിയ മൗത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ അല്ലെ, ഗെറ്റ് ഔട്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ടൈപ്സ് ഓഫ് സെന്റൻസ് ഉണ്ടാവും തോന്നുന്നു പഠിക്കാൻ. അപ്പോൾ നമുക്ക് ഈ സെന്റൻസിലും ക്വസ്റ്റ്യൻ റൂളിലും ആദ്യം ഹെൽപ്പിംഗ് വേർബ്സ് വന്നിട്ടേ സബ്ജക്ട് വരും. സാധാരണ സെന്റൻസിൽ പറഞ്ഞാൽ സബ്ജക്ട്, ദാറ്റ് ഇസ് S + V + O, സബ്ജക്ട് പ്ലസ് പ്രെഡിക്കേറ്റ് പ്ലസ് ഒബ്ജക്ട്. ഈ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നതാണ് വേർബ്. സബ്ജക്ട് ഇപ്പൊ എന്താണെന്ന് നിങ്ങൾ അറിയാലോ, ഇപ്പൊ എടുത്തതാ. ഒബ്ജക്ട് നമ്മൾ എന്താണോ യൂസ് ചെയ്യണേ, ഇഫ് യു വാണ്ട് യു ക്യാൻ ആഡ്, ഓർ യു ഡോണ്ട് വാണ്ട് ഇറ്റ് വിൽ ബി ദർ. എന്നാലും സെന്റൻസ് ആവും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ ഈ ആക്ഷണൽ വേർബ്സിന്റെ 4 ഫോംസ് ഈ ടെൻസിൽ എല്ലാത്തിലും നമ്മൾ പറഞ്ഞ 12 ഫോംസിലും അപ്ലൈ ചെയ്യും. അതാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഫോം, സിംപ്ലസ്റ്റ് ഫോം പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നാണ്. ഇതിനൊരു പേരും കൂടിയുണ്ട്, ഇൻഡെഫിനറ്റ് ആണെന്ന് പറയും. വൈ വി ആർ സേയിങ് ഇറ്റ് ഇസ് ഇൻഡെഫിനറ്റ്, യു നോ, ബിക്കോസ് വി ഡോണ്ട് നോ വെദർ ദ ആക്ഷൻ ഇസ് ഹാപ്പനിങ് നൗ, ഇറ്റ്സ് ഗോയിങ് ഓൺ, ഓർ എനിത്തിങ് വി കാൻ സേ അബൌട്ട് ദിസ് അല്ലേ. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നതാണ്. എപ്പോ ചെയ്യുന്നു, കഴിഞ്ഞോ, വന്നോ, ഫ്യൂച്ചറോ, പാസ്റ്റോ, വി കാൻ സേ. അതുകൊണ്ട് തന്നെ ഇതിന് ഇൻഡെഫിനറ്റ് എന്നുള്ളൊരു വേർഡും കൂടിയുണ്ട്. ഇൻഡെഫിനറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരിക്കലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇപ്പോഴാണോ എപ്പോഴാണ്. സോ ദാറ്റ് ഓൺലി. അപ്പൊ ഇതും കൂടി നിങ്ങൾക്ക് പറയുമ്പോൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ കൂടുതലും നമ്മൾ എവിടെയും കാണുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നിങ്ങൾ ഇപ്പൊ ഞാൻ ലാംഗ്വേജ് എടുക്കുമ്പോൾ മീൻസ് ഹൗ ടു സ്പീക്ക് വെൻ യു ഗ്രാമർ യു ആർ ലേണിംഗ് ടു റൈറ്റ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഇഫ് യു വാണ്ട് ടു സ്പീക്ക് ഡെയിലി റുട്ടീൻ, ഇപ്പൊ നിങ്ങൾ എഴുതിയില്ലേ റൂട്ടീൻസ്, നിങ്ങളുടെ റുട്ടീൻ ഒന്ന് നിങ്ങൾ എഴുതി നോക്ക്. then you will know where we are using, how we are using in language. ആദ്യം നിങ്ങളുടെ എഴുതാം, അതുപോലെ ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡ് എഴുതാം, മദറിന്. അപ്പൊ ഈ തേർഡ് പേഴ്സണും നിങ്ങൾക്ക് ഫെമിലിയർ ആവും എന്ത് ചേഞ്ചസ് വരുന്നു. ഇപ്പൊ ഞാൻ ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock, then I do whatever you do. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്ക്. then you will get an idea. മിക്കവാറും നിങ്ങൾ വില്ലൊക്കെ ചേർത്തിട്ടായിരിക്കും ഇതിന്. you try if you want to try, but that should be in simple present tense actually. അത് നമ്മൾ ശരിക്കും സിമ്പിൾ പ്രസന്റ്. എന്താ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതാണ് എന്ന്, എന്റെ ദിനചര്യം ഇതാണ്. ദിനചര്യം എന്നല്ലേ റുട്ടീൻ എന്ന് പറയണേ. ഓക്കെ, ഐ ഹവ് ലേൺ ലോട്ട് ഓഫ് മലയാളം ത്രൂ ദീസ് ഓൺലി. ഐ തിങ്ക് അണ്ടർസ്റ്റുഡ് ബെറ്റർ. അപ്പൊ നമ്മൾ ആ ദിനചര്യ എഴുതുമ്പോൾ ഇതിപ്പോ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞു എന്നൊന്നും അല്ല, ചെയ്യും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്. സോ യു ജസ്റ്റ് ട്രൈ ആൻഡ് സീ വെദർ യു ക്യാൻ ഡു ഇറ്റ്. ഇതിപ്പോ ഫസ്റ്റ് പേഴ്സന്റെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും തേർഡ് പേഴ്സന്റെ കൂടി എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ, ദാറ്റ് ഈസ് തേർഡ് പേഴ്സൺ മേ ബി യുവർ ഹസ്ബൻഡ്, യുവർ മദർ ഇൻ ലോ, വട്ട് എവർ ഇറ്റ് ഈസ്, വാട്ട് ഷീ ഈസ് ഡൂയിങ് വെൻ ഷീ വേക്സ് അപ്പ് ആൻഡ് വാട്ട് ഡസ് ഷീ ഡു ആഫ്റ്റർ ദാറ്റ്. ദിസ് ഓൾ ഇഫ് യു ആർ റൈറ്റിംഗ്, then this also will be clear. So you will learn to speak that also at the same time. ഇപ്പൊ നെഗറ്റീവ് ക്വസ്റ്റ്യൻസിനെയൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞല്ലോ. ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ, ഹെൽപ്പിംഗ് വേർബ്സ് ഇല്ലാതെ ഒരിക്കലും ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ പറ്റില്ല. നെഗറ്റീവ് ആക്കണമെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് വേണം. അപ്പൊ ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ്സ്, സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഹെൽപ്പിംഗ് വേർബ്സ് ആണ് ഡൂവും ഡസും. ഓക്കെ, അപ്പൊ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ മാറും. അപ്പൊ 11 ഓക്സിലറി വേർബ്സ് നമുക്ക് പ്രസന്റിലും പാസ്റ്റിലും, 13 ഓക്സിലറി വേർബ്സ് ഫ്യൂച്ചറിലും, ടോട്ടൽ 24 ഓക്സിലറി വേർബ്സ് ഉണ്ട്. അപ്പൊ ഇത് ഓക്സിലറി ആണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആ കേബിൾ ഓർത്താൽ മതി. ഓക്സൽ ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളത് അല്ലേ. ഓക്സ് എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടിട്ടില്ലേ നമ്മൾ ടേപ്പ് റെക്കോർഡിലും ഇതിലും ഒക്കെ. അത് തന്നെയാണ് ഇവിടെ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, സഹായിക്കാൻ യൂസ് ചെയ്യണതാ. ഓക്കെ, അപ്പൊ ഇപ്പൊ വേർബ് എന്താണ്, അപ്പൊ ടെൻസ് എന്താന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് അത് തന്നെയാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് വേർബ് വിച്ച് ഷോസ് ടൈം ഓഫ് ആൻ ആക്ഷൻ. That is, time is doesn't mean
Your clock time, it is, if the action is done now is called present tense, if it's a finished action is called past tense, and if it's about to come is called future tense. അപ്പൊ വരാൻ പോണ കാര്യമാണെങ്കിൽ ഫ്യൂച്ചർ, കഴിഞ്ഞു പോയതാണെങ്കിൽ പാസ്റ്റ്. ഇപ്പൊ ഭൂതം ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഭൂതകാലം, യുവർ ഭൂത്കാൽ. ഓക്കെ, ദെൻ കംസ് present tense, that is വർത്തമാൻ കാൽ. I say it in Hindi way because I teach Hindi also. മലയാളത്തിൽ വരുമ്പോൾ വർത്തമാന കാലം അല്ലെ, തട്ടുണ്ട്. Okay, so it's clear, I think so, or I really confused you again? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ പ്ലീസ്. യുവർ ഫീഡ്ബാക്സ് വിൽ ബി ദർ, and I don't know whether our institute also will. I said no, because you are in my group, so how much I can help you all, I'm ready to help you. And I said we are learning the language to speak, not only to write. So as Miss said, you have to speak. Now she has given yesterday translation, last class how she did one question for other and going on with. It's really very nice, because when we write, we have time to think and do it correct ourselves. But language is not about to only write. We have to speak on the spot. അല്ലേ, ആ സ്പോട്ടിൽ തന്നെ ഒരാൾ ചോദിച്ചാൽ നമ്മൾ അതിന്റെ മറുപടി കൊടുക്കണം. അപ്പൊ the more you practice fluently, if you want to speak also, you have to speak. Please try for that also, and don't hesitate. Language means it's a communication, is based on your confidence. How much you are confident you can speak. അല്ലേ, ഒരു യെസ് പറയണോ, അത്രയല്ല, സ്ട്രോങ്ലി പറയാൻ പഠിക്കുക, then you can. Okay, is it okay now? If anything is there, you can add on with this. ഇപ്പൊ present tense, past tense, ഇതിന്റെ 4 forms വെച്ചിട്ട് 12 forms. ഇപ്പൊ സിമ്പിൾ present tense എവിടേക്കാന്ന് അറിയാലോ അല്ലെ. യൂണിവേഴ്സൽ ട്രൂത്ത് ഒക്കെ നിങ്ങൾ പറഞ്ഞു. ഹാബിച്വൽ ആക്ഷൻസ്, ഇപ്പൊ റെഗുലർലി, എവറി ഡേ, നമ്മൾ ആഡ്വേർബ്സും അഡ്ജക്റ്റീവ്സും പഠിച്ചതാണല്ലോ. ആഡ്വേർബ്സിൽ പറഞ്ഞിട്ടില്ലേ വിച്ച് ടൈം, വെൻ യു ഡു ദ ആക്ഷൻ ആൻഡ് ഹൗ യു ഡു ദ ആക്ഷൻ. അപ്പൊ ഇത് എപ്പോൾ ചെയ്യുന്നു, എവറി ഡേ, ട്വൈസ് എ വീക്ക്. ഇതെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹാബിച്വൽ ആക്ഷനിൽ വരുന്ന വേർഡ്സ് വരുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഷുഡ് ബി ഇൻ സിമ്പിൾ present tense. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കൊണ്ട് എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആം ഈസ് ആർ പ്ലസ് ING ഫോം. നിങ്ങളോട് ഏത് ഫോം ഇംഗ്ലീഷിലാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം യൂസ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ആം ഈസ് ആർ ചേർക്കാതെ ING ഫോം യൂസ് ചെയ്യും, അല്ലെങ്കിൽ ING ഫോം ആം മാത്രമേ യൂസ് ചെയ്തിട്ടും ഡു എന്നുള്ള ഫോമും യൂസ് ചെയ്യും. സോ ദീസ് ഓൾ മിസ്റ്റേക്സ് വെൻ യു വിൽ കറക്റ്റ് ഓൺലി, ഇറ്റ് വിൽ ബി ഓക്കെ. ഡോണ്ട് തിങ്ക് മോർ വെൻ യു സ്പീക്ക്, ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. അല്ലേ, നമ്മൾ കൂടുതൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞു നോക്കാം, then you will try. If you will try twice or thrice, you may make mistake, then gradually it will be okay. Okay, so that's all about language. And then ആദ്യമേ തുടങ്ങി നമുക്ക് ഇംഗ്ലീഷിൽ പേടിയാ. And as Miss said, ക്ലാസ്സിൽ കുറച്ച് സ്റ്റുഡൻസ് ഉള്ളു, maybe because Miss is asking to say the questions or present it. That's why when I said no, even I went full stress only, I took this much class. Though I take class, online classes also are there for me. But still, I felt suddenly when my name is Sujita, you will tell me, oh God, my heart will beat strongly now. My anxiety, everything has increased. But still, because I want to help you all, and I said no, because we Malayalis are first in education level and all, but we don't know to speak in English, and that's why I'm helping for this. And ഇനിയും ചെറിയ ക്ലാസ് തുടങ്ങിയിട്ട് പിന്നെ വായിക്കുമ്പോൾ പോസിറ്റീവ് വായിക്കാതെ മലയാളത്തിൽ ആ സ്ലാങ് ഒന്ന് മാറ്റിയെടുത്താൽ തന്നെ you can. And we have lot of apps now, no? So don't go only with that. You have to practice it. Keep on practicing, and whatever you want. ഇപ്പൊ ഞാൻ പറഞ്ഞ ഡെയിലി റൂട്ടീൻ നിങ്ങൾ ചെയ്യുമ്പോഴത്തേന് you will get an idea what is simple present tense. So to become third person കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡിന്റെ റൂട്ടീൻ ചെയ്താ, അല്ലെങ്കിൽ മദറിലോ മദറിന്റെ ആരെങ്കിലും റൂട്ടീനും കൂടി ചെയ്താ, അപ്പൊ നമുക്ക് ഇത് രണ്ടും ഫെമിലിയർ ആയി, then this will be closed for you. How to use it, this will be. Then next, when you will take next class, then you will understand what's the difference between these two. Okay, fine. I think I wasted your time. It's time up. Okay. So please. Okay, ma'am. Thank you so much. Okay. നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായോ? എന്താ പറഞ്ഞത്? മനസ്സിലായോ അല്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ ആയോ? പ്ലീസ് യു ക്യാൻ എനി ഫീഡ്ബാക്സ് ഐ എം റെഡി ടു. ആൻഡ് ഇഫ് ഐ വാണ്ട് ടു again explain in detail also, I'm ready, because I am in your group now, then I am ready to support. So everyone should come with, though I am very lazy, I have not started anything still now, I have not done any test or anything, to be frank, but you all are working on that, I know that, and so much dedicated. At least 12 students or 11 students are here, so please try, don't hesitate to. So best wishes. പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. മനസ്സിലായോ? വേണ്ടുന്നില്ല, പോയോ? മനസ്സിലായി മാം. എന്താ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ലെവലിലേക്ക് എനിക്ക് അറിയില്ല, ബിക്കോസ് ടീന ഇസ് എ സ്റ്റുഡന്റ്. പിന്നെ നിങ്ങൾ എല്ലാവരും ഒരു ലെവൽ മലയാളത്തിൽ തന്നെ നിൽക്കണോണ്ട് ഐ തിങ്ക് ദെയർ ക്ലാസ് വിൽ ബി ഈസി ഫോർ യു. സോലി ഐ എം നോട്ട് ഇന്ററപ്റ്റിംഗ് ഇൻ ബിറ്റ്വീൻ. മിസ് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലവർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഒന്നുകൂടി കൺഫ്യൂഷൻ വരരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാം.
And if anything again you want to add on or you want, you can. റെസ്പോണ്ട് ചെയ്യൂ. ഒരാള് ചോദിച്ചൊന്നും ഉണ്ടാത്തേ. മാം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? മാം മനസ്സിലായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മാം വെർബ് സ്റ്റേറ്റ് വെർബ് പറഞ്ഞു. താങ്ക് യു മാം. ഒരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു. നമ്മൾ ഡീപ്പായിട്ട് അതിനെപ്പറ്റി നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. താങ്ക് യു മാം. താങ്ക്സ് അലോട്ട്. വളരെ യൂസ്ഫുൾ ആയിരുന്നു മാമിന്റെ ക്ലാസ്. Okay, thank you. You're most welcome. ഓക്കെ, അപ്പോ മാം പറഞ്ഞതിൽ വേറൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് റിട്ടൺ ലാംഗ്വേജ് അല്ല, അല്ലെ? തന്നെയല്ലേ ഞാൻ ഇട്ടിരുന്ന് മലയാളത്തിൽ പറയുന്നത്. സംസാരിക്കൂ സംസാരിക്കൂ എന്ന് പറയുന്നത് മലയാളമാ, അത് ഇംഗ്ലീഷ് സംസാരിക്കാനാ പറയുന്നേ. കേൾക്കുന്നുണ്ടോ? പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് മീൻസ് പെർഫെക്റ്റ് എന്ന് പറയും. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ പെർഫെക്റ്റ് ആവും. പെർഫെക്റ്റ് ആയില്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും പെർഫെക്റ്റ്. ഓക്കെ, അതോടെ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഓക്കെ ആണോ? ഇംഗ്ലീഷ് സംസാരിക്കാൻ ഓക്കെ ആണോ നിങ്ങള്? ആണോ? കുറച്ച് ടൈമെങ്കിൽ കുറച്ച് ടൈം സംസാരിക്കാൻ ഓക്കെ ആണ്? ഷുവർ ആണ്? അത് സ്പോട്ടിൽ നിങ്ങൾ സംസാരിക്കും? ഷുവർ? ഓക്കെ ആണോ? സീരിയസ്ലി നമുക്ക് ടൈമില്ല. ഓരോ അങ്ങ് രക്ഷപ്പെട്ടത്. മാം, എനിക്ക് മാമിനോട് കാര്യം ചെയ്യാനുണ്ട്. സുജിത മാം, Yeah, yeah, ma'am. എനിക്ക് ഇപ്പോ നമുക്ക് സ്റ്റുഡൻസ് എല്ലാവരും ക്ലാസ്സിൽ എന്തായാലും ഉണ്ടാവും. മാം എനിക്കിപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോ മാമിന്റെ ഹെൽപ്പ് വേണമെന്ന് വെച്ചാൽ ഇവരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, Yeah, I did. Please pardon. ഇംഗ്ലീഷില് നമുക്ക് എന്ത് വേണമെങ്കിലും അത് സ്പോട്ടിൽ ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യാം നമുക്ക്. Yeah, ma'am. ഓക്കെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വേണമെന്നില്ല. ചിലപ്പോൾ ക്യാമറ ഓൺ ചെയ്തിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ടെൻഷൻ വരാം. നിങ്ങൾ സ്റ്റുഡൻസ് വൈസ് ആകുമ്പോൾ ഓക്കെ ആയിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കാൻ വേണ്ടി. Okay, okay. പിന്നെ അവർക്ക് ഞാൻ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. I think they will think that they can't compete with me or to speak with me. Don't think like that. അങ്ങനെ നമ്മൾ degrade ചെയ്യരുത്. Tina, once more, when you said that I'm not good at, don't degrade, upgrade yourself actually. When you degrade yourself, you can't speak. Because speech is something where you, that shows your confidence. അല്ലേ? മിസ് പറഞ്ഞ പോലെ നമുക്ക് ഇംഗ്ലീഷിലും പറയാം, ഏത് ലാംഗ്വേജ്. ഇപ്പം ഞാൻ എല്ലാ ലാംഗ്വേജ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ കോൺഫിഡൻ്റ് ആവണം എപ്പോഴും. പിന്നെ നമ്മൾ എത്ര സിൻസിയർ ആണ് പറയില്ല, നമ്മൾ ഹോൾ ഹാർട്ടഡ്ലി ആ സ്പീച്ച് എന്ന് പറയുന്നത് അങ്ങനെയാ. നമ്മളിപ്പോ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ടാ? അവർ ജഡ്ജ് ചെയ്യൂല, തെറ്റ് ഉണ്ടെങ്കിൽ തിരുത്തില്ല, അല്ലേ? അപ്പൊ നമുക്ക് സ്കൂളിലാണെങ്കിൽ ഇത് മാനേജ് ചെയ്ത് പോകും. അത് എല്ലാ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ബിക്കോസ് ദേ ഡോ നോ. അവര് നിങ്ങളെ സംബന്ധിച്ച് അവർക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ അവരുടെ മുമ്പിൽ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. അതുകൊണ്ട് കോൺഫിഡൻസിൽ അവിടെ നമുക്ക് സംസാരിക്കാം. അങ്ങനെ മതി. സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഡെയിലി റൂട്ടീൻ ഒന്ന് എഴുതി നോക്ക്. നിങ്ങൾക്ക് തന്നെ പറ്റണ്ട ഈ കണ്ടീഷൻസ് വെച്ചിട്ട് തന്നെ എഴുതി നോക്ക്. നിങ്ങളെ കുറിച്ച് തന്നെയല്ലേ അത്. യു ആർ ഫുൾ ഫ്രം മോർണിംഗ് സ്റ്റിൽ നൈറ്റ്. വെൻ ഡു യു ഗോ ടു ബെഡ് ഓൾസോ, ദാറ്റ് ഓൾസോ യു ഹാവ് ടു റൈറ്റ്. ദെൻ യു വിൽ നോ ഹൗ ടു യൂസ് ദിസ് ടെൻസ്. നമ്മൾ പഠിക്കുന്നത് ഗ്രാമർ ഒക്കെ പഠിക്കുന്നത് ലാംഗ്വേജ് യൂസ് ചെയ്യാനാണ്, അല്ലേ? അപ്പൊ അതിന് നിങ്ങൾ ബേസ് ചെയ്യുക. പിന്നെ എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് പരസ്പരം, ഇപ്പൊ ആരോ ഗ്രൂപ്പിൽ പറയണ്ടായിരുന്നു, ഇഫ് യു ആർ മീൻസ് നിങ്ങൾ ഇപ്പൊ മിസ് വി ആർ ഹാവിംഗ് ഓൺലി 1 hour here, so they are ready to, if anyone is interested, they are trying for a group because now exams are coming with, I think nearly it'll be there. അപ്പൊ അങ്ങനെ നല്ലതാ, so that you can interact. Please come forward. എല്ലാരും ഇപ്പൊ ഇംഗ്ലീഷ് കാരണം തന്നെ മിക്കവർക്കും പേടിയാന്ന് തോന്നുന്നു. ഡോണ്ട് ഫീൽ ലൈക്ക് ദാറ്റ്. അതായത് ഇംഗ്ലീഷ് ഇല്ലാതെ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. യു വാണ്ട് ദിസ് ലാംഗ്വേജ്, അല്ലേ? അപ്പൊ മിസ് ഇത്രയും പറയുന്നു, ഞാനും പറയുന്നു, അത് തന്നെയാ പറയണം. പിന്നെ ഐ എം ഗോയിങ് ഓൺ റിപ്പീറ്റിംഗ്. ഐ സെഡ് യു നോ, പ്ലീസ് ട്രൈ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലെങ്കിലും ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ മിസ് എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ബിക്കോസ് മിസ് സിലബസ് ഓൾസോ വിൽ ബി ലാഗിങ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഐ ടോക്ക് വെരി മച്ച്, പിന്നെ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ദാറ്റ്സ് വൈ ഓൺലി ഐ എം നോട്ട് ഇന്റർഫിയറിംഗ്. ഓക്കെ, ബട്ട് ഇൻ ദിസ് കേസ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ഐ എം റെഡി ടു ഹെൽപ്പ് യു ഓൾ. ഓക്കെ ദെൻ. ഓക്കെ മാം, നമുക്ക് ഒരു ദിവസം നമുക്ക് ഇന്ററാക്ട് ചെയ്യാം കേട്ടോ. അതിലെല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുക. ഓക്കെ മാം, ഉള്ള ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ചിലപ്പോ പറയും, നമുക്ക് റെഡി ആ ടൈം സ്പോട്ടിൽ നമുക്ക് സംസാരിക്കാം. പ്രിപ്പയർ ചെയ്യേണ്ട നമുക്ക് ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് സംസാരിക്കാൻ വെച്ചാൽ അത് സംസാരിക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാവേ. സൈനോട് പറയും. Hello everyone. I take this opportunity to thank dear Ashdi ma'am and Sita ma'am also there.
helped us with a lot of motivational speech plus about the tenses, importance of tenses. So thank you, Ashwati ma'am. Thank you, Sita ma'am. And I thank all my dear friends and have a good day. Okay. So thank you all, and see you on next class. Okay, bye.